ഈയിടെയായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ആർമി ഉദ്യോഗസ്ഥൻ എന്ന് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 12ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും കേക്ക് ഓർഡർ ചെയ്ത് കാശ് അപഹരിക്കാൻ ശ്രമിച്ചതും ഒരു ആർമി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ്. എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുകയാണ് എന്നതിന്റെ തെളിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. OLXിലാണ് തട്ടിപ്പ് നടത്തുന്നത്. OLX എന്ന ഓൺലൈൻ ബിസിനസ് വഴിയാണ് തട്ടിപ്പ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ OLXിൽ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വിൽപ്പനയ്ക്ക് എന്ന പരസ്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. KL01 CB 6921 എന്നതായിരുന്നു വണ്ടി നമ്പർ. ആ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആർമിയിലെ ചില ഉദ്യോഗസ്ഥർ അതിൽ നൽകിയിരുന്ന നമ്പറിലേക്ക് വിളിച്ചു. കോൾ എടുത്തയാൾ താനൊരു പട്ടാളക്കാരനാണെന്നും ഇപ്പോൾ പാങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിലാണ് ജോലി ചെയ്യുന്നതെന്നും തന്റെ സ്ഥലം മാറ്റം ശ്രീനഗറിലേക്ക് വന്നു, അത് കാരണമാണ് വാഹനം വിൽക്കുന്നത് എന്നും പറഞ്ഞു. പക്ഷേ വാഹനം നേരിൽ വന്ന് കാണുവാൻ കഴിയില്ല, അത് പാഴ്സലായി നമ്മുടെ വീട്ടിൽ അയച്ചു തരും എന്ന് അറിയിച്ചു. അതിന് 5100 രൂപ നമ്മൾ നൽകണമെന്നും വാഹനം ഇഷ്ടമായില്ലെങ്കിൽ 5100 രൂപ തിരികെ നൽകുമെന്നും പറഞ്ഞു. ഈ മറുപടിയിൽ സംശയം തോന്നിയ ഇവർ സുഹൃത്തായ ഒരു ആർമിക്കാരനോട് ഇതുമായി സംബന്ധിച്ച് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിനെ കൊണ്ട് എൻഫീൽഡ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പട്ടാളക്കാരൻ എന്ന് പറയുന്ന ആളിനെ വിളിപ്പിക്കുകയുണ്ടായി. ആദ്യ സംസാരത്തിൽ തന്നെ അതൊരു ആർമിക്കാരൻ അല്ല എന്നും നേരിൽ കാണുവാൻ ആവശ്യപ്പെട്ടപ്പോൾ കോൾ കട്ട് ചെയ്ത് ബ്ലോക്ക് ലിസ്റ്റിൽ ഇടുകയാണെന്നുമാണ് ആർമി ജീവനക്കാർ വ്യക്തമാക്കിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഈ വാഹനം തിരുവനന്തപുരം പൗടിക്കോണം സ്വദേശി അനിതകുമാരിയുടെ പേരിലുള്ളതാണെന്ന് അറിയാൻ സാധിച്ചു. OLXിൽ നൽകിയ നമ്പർ ഇടയ്ക്കിടെ മാറുന്നതുകൊണ്ട് പോലീസുകാർക്കും ഇതിനു പിന്നിലുള്ള ആളെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ വീണ്ടും ആർമിക്കാരനെന്ന് പറഞ്ഞയാളുമായി സംസാരിച്ചു. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അയാൾ ഒരു ആർമിക്കാരനല്ല, വെറും തട്ടിപ്പുകാരൻ മാത്രമാണെന്നാണ്. നേരിൽ കാണണമെന്ന് അറിയിക്കുമ്പോൾ പാങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിലേക്ക് സിവിലിയൻസിന് പ്രവേശനം ഇല്ല എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും പാഴ്സൽ തുക 5100 നൽകിയാൽ ഉടൻ തന്നെ വാഹനം വീടുകളിൽ എത്തിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. കൂടാതെ പാങ്ങോട്ട് ആർമി ക്യാമ്പിന്റെ പുറംഭാഗത്തെ ഫോട്ടോകളും കുറച്ച് ID പ്രൂഫുകളും പോസ്റ്റൽ റെസിപ്റ്റുകളും ഒരു നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ICICIയുടെ അക്കൗണ്ട് നമ്പറും നൽകും. കാശ് ഇടുന്ന സമയം ഈ സിം കാർഡ് കണക്ഷൻ കട്ട് ചെയ്യും. ഇതാണ് ഇവരുടെ തട്ടിപ്പ് രീതി. എന്നാൽ സമാനമായ സംഭവങ്ങൾ തുടർക്കഥയാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന സംഘം കേരളത്തിൽ നിന്നും തന്നെയാണോ തട്ടിപ്പ് നടത്തുന്നത് എന്ന സംശയവും നിഴലിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും രാജ്യത്തിന്റെ ജീവൻ കാക്കുന്ന പട്ടാളക്കാരന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആർമി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.